നമസ്കാരം. ഈ വീഡിയോയുടെ ഉള്ളടക്കം പ്രധാനമായും സിറോ മലബാർ സഭയുടെ സിനഡിലെ അംഗങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. മേജർ ആർച്ച് ബിഷപ്പ് ജോർജ് ആലഞ്ചേരിയുടെയും ആൻഡ്രൂസ് താഴത്തിൻ്റെയും തിരോധാനത്തോടുകൂടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സ്ഥിതി ചെയ്തിരുന്ന ഇപ്പോഴും സ്ഥിതി ചെയ്യുന്ന സംഘർഷാവസ്ഥയ്ക്ക് പര്യവസാനമുണ്ടാകുകയില്ല എന്ന വസ്തുത കണക്കിലെടുത്താണ് ഞാൻ ഈ ചിന്തകൾ അവിടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ താല്പര്യപ്പെടുന്നത്. ഇത് പ്രധാനമായും സിനഡ് അംഗങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് എങ്കിലും ഇത് സഭയിലെ അംഗങ്ങളാകമാനവും മാത്രവുമല്ല കേരളത്തിലെ ക്രിസ്തീയ സമൂഹത്തിലെ അംഗങ്ങളേവരും ശ്രദ്ധിക്കുന്നതും അറിഞ്ഞിരിക്കുന്നതും ഉപയോഗപ്രദമായിരിക്കും എന്ന് ഞാൻ സൂചിപ്പിച്ചുകൊള്ളട്ടെ. കാരണം ഇതിൽ പ്രതിപാദിക്കുന്ന മുഖ്യ വിഷയം ക്രിസ്ത്യാനികൾക്ക് ആകമാനം ബാധകമാണ്. ഇനി ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. സിറോ മലബാർ സഭയുടെ സിനഡ് സഭയുടെ വിശ്വാസ പ്രമാണ സംബന്ധമായ കാര്യങ്ങളിൽ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുവാൻ അധികാരമുള്ള ഒരു ലെജിസ്ലേറ്റീവ് ബോഡിയാണ്, അല്ലെങ്കിൽ സഭയുടെ പരമാധികാര സ്ഥിരാകേന്ദ്രമാണ് എന്ന് നാം ഏവരും അറിയുന്നു, മനസ്സിലാക്കുന്നു. കത്തോലിക്ക സഭയുടെ ആകമാനമായ ഘടന അപ്രകാരമാണ്. വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനം അല്ലെങ്കിൽ നിയമനിർമ്മാണം ത്തിനുള്ള അധികാരം സിനഡിലാണ് അർപ്പിതമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനഡ് അത് എപ്രകാരം രൂപീകരിക്കപ്പെടുന്നുവെന്നും എപ്രകാരം പ്രവർത്തിക്കുമെന്നും ഒന്ന് വിചിന്തനം ചെയ്യുന്നത് ഈ തരുണത്തിൽ പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇത് വ്യക്തമായി മനസ്സിലാക്കുന്നതിന് സിനഡും ഒരു സ്റ്റേറ്റ് അസംബ്ലിയും അത് സമാന്തരമായ എൻറ്റിറ്റീസാണ്, അല്ലെങ്കിൽ സംഘടനകളാണ്, പ്രതിഭാസങ്ങളാണ്. ഇവ തമ്മിൽ ഉള്ള വ്യത്യാസം പരിഗണിച്ചാൽ നമുക്കിത് കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഒരു സംസ്ഥാനത്തിന്, ഇപ്പോൾ കേരള സംസ്ഥാനത്തിൻ്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ അംഗങ്ങളെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ്. അതുകൊണ്ട് അവർ ജനപ്രതിനിധികളാണ്. എന്നാൽ സിറോ മലബാർ സഭയുടെ സിനഡ് അംഗങ്ങളെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതല്ല. അതിൽ ജനങ്ങൾക്ക് പ്രത്യക്ഷമായോ പരോക്ഷമായോ പ്രാതിനിധ്യമില്ല. അത് റോമിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ആളുകൾ മാത്രമാണ്, അല്ലെങ്കിൽ റോം നിയമിച്ച ആളുകൾ ആണ്, അധികാരികളാണ് അതിൻ്റെ അംഗങ്ങൾ. അതുകൊണ്ട് തന്നെ യാതൊരു റെപ്രസെൻറ്റേറ്റീവ് സ്വഭാവവുമില്ലാത്ത ഒരു ബോഡിയാണ് ഈ സിനഡ് എന്ന് പറയുന്നത്. എന്നാൽ ഒരു അസംബ്ലി, ലെജിസ്ലേറ്റീവ് കൗൺസിൽ, രാഷ്ട്രീയത്തിലുള്ള ലെജിസ്ലേറ്റീവ് കൗൺസിൽ ജനങ്ങളുടെ പ്രതിനിധികളാണ്. ജനങ്ങൾക്ക് അവരെ തിരഞ്ഞെടുക്കുവാനും അവരുടെ കാലാവധി കഴിയുമ്പോൾ ഒന്നിൽ അവരെ തുടരുവാനും അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കുന്ന വിധത്തിൽ ഉപേക്ഷിക്കുവാനും അവർക്ക് അവകാശമുണ്ട്. അങ്ങനെയുള്ളൊരു സാധ്യത സഭയുടെ ഘടനയിലില്ല. ഇത് വളരെ പ്രത്യേകമായ ഒരു കാര്യമാണ്. എന്നാൽ അതേസമയം തന്നെ ജനങ്ങളെ ഏറ്റവും ബാധിക്കുന്ന പ്രശ്നങ്ങൾ തീരുമാനിക്കാനുള്ള സർവ്വ അധികാരവും ഈ സിനഡിൽ നിക്ഷിപ്തമാണ്. ഇനിയും സിനഡ് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം,
ഒരു സ്റ്റേറ്റ് അസംബ്ലി കൈകാര്യം ചെയ്യുന്നത് ജനങ്ങളുടെ സിവിൽ റൈറ്റ്സ്, സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്, അവരുടെ സ്വാതന്ത്ര്യം എപ്രകാരമായിരിക്കണം, അവരുടെ വസ്തുവകൾ സംരക്ഷിക്കുന്ന നിയമങ്ങൾ എന്തായിരിക്കണം, റൈറ്റ് ടു ലൈഫ്, റൈറ്റ് ടു ഫ്രീഡം ഓഫ് തോട്ട്, റൈറ്റ് ടു ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. എന്നാൽ കേരളത്തിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഒരു പൗരൻ എന്ത് വിശ്വസിക്കണമെന്നോ ഏത് അഭിപ്രായം അവനുള്ളിൽ കൊണ്ട് നടക്കണമെന്നോ തീരുമാനിക്കാൻ അവകാശമില്ല, അതിന് മുതിരുന്നില്ല, അത് അവരുടെ വിഷയവുമല്ല. എന്നാൽ സിനഡ് കൈകാര്യം ചെയ്യുന്നത് ഇത് മാത്രമാണ്. പ്രധാനമായും ഇതാണ്: ആരെന്ത് വിശ്വസിക്കണം, എങ്ങനെ വിശ്വസിക്കണം, വിശ്വസിക്കുന്ന കാര്യങ്ങളെ എങ്ങനെ ആചരിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ ദിവ്യബലി അർപ്പിക്കണം. ഇതിലടങ്ങിയിരിക്കുന്ന മർമ്മത്തെ സിനഡ് അംഗങ്ങൾ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ കൂട്ടാക്കിയില്ല എന്നത് എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തുകയും നിരാശപ്പെടുത്തുകയും ചെയ്തൊരു കാര്യമാണ്. അവരെന്തുകൊണ്ട് അങ്ങനെ അത് പരിഗണിക്കാൻ കൂട്ടാക്കുകയില്ല എന്ന് നാം മനസ്സിലാക്കണം. ഈ സിനഡ് എന്ന് പറയുന്നത് ജനങ്ങളിൽ നിന്ന് വളരെ അകലെ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മത അധികാര കേന്ദ്രമാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇതിലംഗങ്ങളാകുന്നവരെ ജനങ്ങളല്ല തിരഞ്ഞെടുക്കുന്നത്, റോമാണ് തിരഞ്ഞെടുക്കുന്നത്. ബിഷപ്പന്മാരാണ് ഇതിലെ അംഗങ്ങൾ. കത്തോലിക്ക സഭയിലെ ഐമേനികളുടെ പ്രതിനിധികളെ ഇതിൽ ഉൾപ്പെടുത്തണമെന്ന ചിന്താഗതി ഉണ്ടായിട്ടുള്ള നാളായി. പക്ഷേ നാളിതുവരെയും അത് സാധ്യമായിട്ടില്ല. അത് എവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഈ സിനഡ് അംഗങ്ങൾ പരിഗണിക്കാതെ പോയത് അത് ദൗർഭാഗ്യകരം എന്ന് പറയേണ്ടു. അവർ പരിഗണിക്കാതെ പോയത് ഒരു വിശ്വാസി അവൻ വെച്ചു പുലർത്തുന്ന വിശ്വാസവും ആ വിശ്വാസത്തെ പറ്റിയുള്ള അവൻ്റെ അഭിപ്രായങ്ങളും, ഫെയ്ത്ത് ആസ് വെൽ ആസ് ഒപ്പീനിയൻസ്, ഓരോ വ്യക്തിയെയും അത് വ്യക്തിപരമായി ബാധിക്കുന്നുണ്ട്. ഞാൻ അത്ഭുതത്തോടുകൂടെ എന്നോട് തന്നെ ചോദിക്കുന്ന ചോദ്യം, വിശ്വാസത്തെപ്പറ്റിയും ഓരോ വ്യക്തിയുടെ ചിന്തിക്കുന്ന സ്വാതന്ത്ര്യത്തെപ്പറ്റിയും അങ്ങനെ ചിന്തിക്കുന്നതിൽ കൂടെ വ്യക്തികൾ മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന അഭിപ്രായങ്ങളെപ്പറ്റിയും ഏത് തരത്തിലുള്ള കാഴ്ചപ്പാടാണ് സീറോ മലബാർ സഭയിലെ സിനഡിനുള്ളത്? ജനങ്ങളുടെ അഭിപ്രായങ്ങൾക്കോ വിശ്വാസ സംബന്ധമായ അവരുടെ കാഴ്ചപ്പാടിനോ സിനഡ് എന്തെങ്കിലും വില കൽപ്പിക്കുന്നതായി ഇവിടെ യാതൊരു സൂചനയുമില്ല. സിനഡ് തീരുമാനമെടുക്കുന്നു, അത് ജനങ്ങൾ അതുപോലെ അനുസരിക്കുവാൻ ബാധ്യസ്ഥരാണ് എന്ന ഒരു കാഴ്ചപ്പാട് മാത്രമാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഈ ഒരു പ്രതിഭാസത്തെ വേണ്ടതുപോലെ മനസ്സിലാക്കേണ്ടതിന് നാം അവശ്യമായി അറിയേണ്ട ഒരു കാര്യം, സഭ എന്നത് സ്റ്റേറ്റ് എന്നതുപോലെ ഒരു കോൺട്രാക്റ്റിൽ കൂടെ ഉണ്ടാകുന്നതാണ്. ഹോബ്സിൻ്റെ അഭിപ്രായത്തിൽ ജനം കൂടി വന്നിട്ട് അവരുടെ തീരുമാനത്തിൻ്റെ ഫലമായിട്ടാണ് സ്റ്റേറ്റ് ഉണ്ടാകുന്നത്. ദ തിയറി ഓഫ് സോഷ്യൽ കോൺട്രാക്റ്റ്. അപ്പോൾ ജനം അവരുടെ അവകാശത്തെയും സ്വാതന്ത്ര്യത്തെയും സ്റ്റേറ്റിലേക്ക് ഒരു പരിധി വരെ കൈമാറുന്നു. ഇൻ റിട്ടേൺ സ്റ്റേറ്റ് അവരുടെ അധികാരങ്ങളെയും സ്വാതന്ത്ര്യത്തെയും രക്ഷിക്കുവാനുള്ള ചുമതല ഏറ്റെടുക്കുന്നു. അങ്ങനെ ചെയ്യാമെന്ന് ജനങ്ങൾക്ക് ഉറപ്പ് കൊടുക്കുന്നു. അങ്ങനെയാണ് ഈ ഒരു സോഷ്യൽ കോൺട്രാക്റ്റിൽ കൂടെ സ്റ്റേറ്റ് ഉണ്ടാകുന്നതെന്നാണ് ഹോബ്സിൻ്റെ അഭിപ്രായം. ഭൂരിപക്ഷം ആളുകളും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കാതിരിക്കാൻ എനിക്ക് ന്യായമായ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാനും അങ്ങനെ വിശ്വസിക്കുന്നു. സഭയും ഏതാണ്ട് അതുപോലെ തന്നെയാണ്. സഭയെ ദൈവം ആകാശത്തിൽ നിന്ന് ഇറക്കിയെന്ന് ഒക്കെ പറയും. അത് പറയാൻ കൊള്ളാം, അത് സാമാന്യ ബുദ്ധിക്ക് പറ്റിയ കാര്യമല്ല.
ചരിത്രത്തിൽ അങ്ങനെയല്ല നടന്നിട്ടുള്ളത്. ജനം വിശ്വസിക്കുന്നു. ഈ വിശ്വാസം എന്നത് വാളുകൊണ്ട് ആരെയും അടിച്ചേൽപ്പിക്കാവുന്ന കാര്യമല്ല. വാളിൻ്റെ ശക്തിയാൽ ആരെയും വിശ്വാസിയാക്കാൻ സാധ്യമല്ല. ഒരുത്തൻ സ്വമേധയായാണ് വിശ്വസിക്കുന്നത്. ഹേമിച്ചാരെയും വിശ്വസിപ്പിക്കാൻ സാധ്യമല്ല. അപ്പോൾ അങ്ങനെ സ്വതന്ത്രമായി സ്വീകരിക്കുന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി വരുന്ന അനേകം ആളുകൾ ഒരുമിച്ച് ആകുമ്പോൾ സംജാതമാകുന്ന പ്രതിഭാസമാണ് സഭ. അതിലൊരു സ്പിരിച്വൽ കോൺട്രാക്റ്റ് ഉണ്ട്. ദർ ഇസ് എ സ്പിരിച്വൽ കോൺട്രാക്റ്റ് underlying the formation of the church, just as there is a political and social contract underlying the formation of the state. ഇത് വളരെ വ്യക്തമായി നാം ധരിച്ചിരിക്കണം. അപ്പോൾ ഈ സോഷ്യൽ കോൺട്രാക്റ്റ് കൊണ്ട്, ഈ സ്പിരിച്വൽ കോൺട്രാക്റ്റ് കൊണ്ട് സംഭവിക്കുന്ന ഒരു പ്രശ്നം, അൺലൈക്ക് ഇൻ ദ പൊളിറ്റിക്കൽ കോൺട്രാക്റ്റ്, ഇവിടെ പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ ഘടനയിൽ വിശ്വാസികളായ ജനങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല. അവരുടെ വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിൽ അവർക്ക് യാതൊരു അവകാശവുമില്ല. അത് തീരുമാനിക്കുന്നതിൽ അവർക്ക് പങ്കില്ല. ഏതാണ്ട് അടിമകളെ പോലെയാണ് അവരുടെ അവസ്ഥ. അങ്ങ് ദൂരെ ഇരിക്കുന്ന സിരിഡെന്ന് പറയുന്ന ബോഡി തീരുമാനിക്കും, കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കണം, അല്ലെ പടിഞ്ഞാട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതുപോലെ ചെയ്യണം. എന്തുകൊണ്ടങ്ങനെ ചെയ്യണം, അതിൻ്റെ യുക്തി എന്താണ്, അതിൻ്റെ തിയോളജി എന്താണ്, സ്വർഗത്തിൽ അതിനെന്ത് വിലയുണ്ട്, ഇതൊന്നും ആരും പറഞ്ഞു കൊടുക്കുകയില്ല. ഞങ്ങൾ തീരുമാനിച്ചു, നിങ്ങൾ ചെയ്യണം. ഇത് ഒരു അടിമത്വത്തിൻ്റെ അറേഞ്ച്മെൻ്റാണ് എന്ന് ഈ കാലമെങ്കിലും വൈകിയ വേളയിലെങ്കിലും കേരളത്തിലെ ക്രിസ്ത്യാനികളാകമാനവും പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ സിനഡും തിരിച്ചറിയണം. അതിന് യാതൊരു സംശയമില്ല. ഇപ്രകാരമുള്ള ഘടന തീർച്ചയായും സുവിശേഷങ്ങളിൽ വിഭാവന ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ സുവിശേഷങ്ങളിൽ വിഭാവന ചെയ്യുന്ന ആത്മീയമായ ദർശനത്തിൻ്റെയും ജീവിത രീതിയുടെയും പൂർണ്ണമായ ഖണ്ഡനമാണിത്. അതിന് നേരെ വിപരീതമാണിത് എന്നതിൽ യാതൊരു സംശയമില്ല. ഇത് പണ്ട് ചക്രവർത്തിമാരുണ്ടായിരുന്ന കാലത്ത് ഇപ്രകാരമൊക്കെ ചെയ്തിരുന്നു. അതിനെ ആസ്പദമാക്കി അന്ന് സൃഷ്ടിച്ചു. ലോകമെല്ലാം മാറി മറിഞ്ഞിട്ടും കത്തോലിക്ക സഭയുടെ സ്ട്രക്ചർ, അഡ്മിനിസ്ട്രേറ്റീവ് ലെജിസ്ലേറ്റീവ് സ്ട്രക്ചർ അതുപോലെ തുടർന്നു കൊണ്ടുപോകുന്നു. ഈ ജനായത്ത യുഗത്തിലും ആ ഫ്യൂഡൽ പരിപാടികൾ യാതൊരു മാറ്റവുമില്ലാതെ റോമിൻ്റെ അധികാരത്തിൻ്റെ കീഴിലിങ്ങനെ മുറ്റി നിൽക്കുന്നു. അത് കേരളത്തിൻ്റെ മണ്ണിൽ വെച്ച് ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇനിയും കേരളത്തിൻ്റെ മണ്ണിനെ പറ്റി ഒരു വാക്ക്. നാം എല്ലാവരും ഓർത്തിരിക്കേണ്ട കാര്യം, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെ സിനഡ് അംഗങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, ലോകത്തിലാദ്യമായി ജനായത്ത പ്രക്രിയയിൽ കൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അധികാരത്തിലെത്തിയത് കേരളത്തിലാണ്. കേരളത്തിൻ്റെ മണ്ണ് പ്രത്യേകതയുള്ളതാണ്. ഇവിടെയുള്ള മനുഷ്യർ അങ്ങനെ പെട്ടെന്ന് അടിമത്വത്തിൻ്റെ മുഖം സ്വീകരിക്കുന്നവരല്ല. അവർക്ക് അവരുടേതായ ചിന്തയും അഭിമാനവും സ്വാതന്ത്ര്യവും. ഒരു കേരളീയ എന്ന നിലയിൽ ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്, താല്പര്യപ്പെട്ടത് എൻ്റെ സ്വാതന്ത്ര്യത്തെ പറ്റിയാണ്. ഞാൻ അതിനുവേണ്ടി വലിയ വില കൊടുത്തിട്ടുണ്ട്. ജീവിതത്തിലെ വലിയൊരു പുരോഗതി വരാൻ സാധ്യതയുണ്ടായിരുന്ന അവസരങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയത് ഞാൻ എൻ്റെ സ്വാതന്ത്ര്യത്തെ എല്ലാറ്റിനും അധികമായി വിലമതിച്ചത് കൊണ്ടാണ്. എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം, തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, എൻ്റെ വ്യക്തിത്വത്തിൻ്റെ അന്തസ്സിനെ മാനിക്കുവാൻ എനിക്ക് വേണ്ട സ്വാതന്ത്ര്യം, എൻ്റെ വ്യക്തിത്വത്തിൻ്റെ ആധികാരികത അനുസരിച്ച് സത്യസന്ധമായി പ്രവർത്തിക്കുവാൻ എനിക്ക് വേണ്ട സ്വാതന്ത്ര്യത്തിൻ്റെ അവകാശം, ഇതിനുവേണ്ടി ഞാൻ വലിയ വലിയ വില കൊടുത്തിട്ടുണ്ട്. അതിന് ഞാൻ കേരളീയനായതുകൊണ്ടാണ്. നിങ്ങൾ വടക്കിന്ത്യയിലോട്ടൊക്കെ പോയാൽ ഞാനീ പറയുന്ന കാര്യം അവർക്ക് മനസ്സിലാകുക പോലുമില്ല. അതുകൊണ്ട് റോം മനസ്സിലാക്കേണ്ട കാര്യം, കേരളത്തിൻ്റെ മണ്ണിൽ ഇനിയും ഈ പഴയ പരിപാടി തുടർന്നു കൊണ്ടുപോകുവാൻ പ്രയാസമാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ആരംഭിച്ച ഈ പ്രസ്ഥാനം ഇത് വരുവാൻ പോകുന്ന
അവസ്ഥയുടെ ഒരു ട്രെയിലർ മാത്രമാണ്. നമുക്കറിയാം, അടുത്ത കാലങ്ങളിലായി അഭൂതപൂർവമായ പല കാര്യങ്ങളും വിശ്വാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംഭവിച്ചു. ഉദാഹരണമായിട്ട് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ വഞ്ചി സ്ക്വയറിൽ കന്യാസ്ത്രീകൾ നടത്തിയ ധീരമായ സമരം. അപ്രകാരമൊരു സമരം എൻ്റെ ജീവിതകാലത്ത് കേരളത്തിൽ സംഭവിക്കും, അല്ലെങ്കിൽ ഭാരതത്തിൽ എവിടെയെങ്കിലും സംഭവിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചതല്ല. അപ്പോൾ ഇത് മാറ്റങ്ങളുടെ നാന്ദിയാണ്. അതിനേക്കാൾ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ് സിനഡിൻ്റെ അധികാരത്തെ സംഘടിതമായി ചെറുക്കുന്ന ഒരു പ്രസ്ഥാനം, ഒരു മൂവ്മെൻറ്റ് ഇത്രമാത്രം ശക്തമായി പ്രവർത്തിക്കുകയും ഇന്നും യാതൊരു കോട്ടവുമില്ലാതെ സധൈര്യം നിലകൊള്ളുകയും ചെയ്യുന്നു എന്നത്. അതുകൊണ്ടാണ് ഇത്തരുണത്തിൽ കഴിഞ്ഞ ഞായറാഴ്ച സെയിൻറ്റ് മേരീസ് ബസിലിക്കയിൽ, അല്ലെങ്കിൽ അതിൻ്റെ ആഭിമുഖ്യത്തിൽ, അല്ലെങ്കിൽ സീറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി ഡയസസിൻ്റെ ആഭിമുഖ്യത്തിൽ ദിവ്യബലി അർപ്പിച്ചപ്പോൾ ഏതാണ്ട് 300-ൽ പരം പുരോഹിതന്മാർ അതിൽ പങ്കെടുത്തിരുന്നു എന്നാണ് മാധ്യമ റിപ്പോർട്ട്. അത് ആചരിച്ചത് സിനഡിൻ്റെ അധികാരത്തെ 100 തവണയും ഉപേക്ഷിച്ചിട്ടാണ്. മാർപ്പാപ്പയുടെ അധികാരത്തെ പോലും കൊച്ചാക്കിയിട്ടാണ്. ഇതിൻ്റെ പ്രാധാന്യം ആരും പ്രതിപാദിച്ച് കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചിന്തകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഇത് ഐതിഹാസികമായ ഒരു ഡെവലപ്മെൻറ്റാണ്, ഒരു സംഭവ വികാസമാണ്. അതുകൊണ്ട് എനിക്ക് സീറോ മലബാർ സഭയുടെ സിനഡ് അംഗങ്ങളോട് ബഹുമാന പുരസ്സരം സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ മാറ്റത്തിൻ്റെ മാറ്റൊലികൾ ശ്രദ്ധിപ്പീൻ. വലിയ വലിയ മാറ്റങ്ങളുടെ ശക്തമായ കാറ്റ് കേരളത്തിൻ്റെ മത ഉദ്യാനങ്ങളിൽ ഇപ്പോൾ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. Strong winds of change are shaking the trees in the garden of faith in Kerala. അതുകൊണ്ട് പഴയതുപോലെ ഒരു മത ഫ്യൂഡലിസം പോലെ പ്രവർത്തിക്കാം, അത് ജനം കണ്ണുമടച്ച് അടിമകളെ പോലെ സ്വീകരിക്കും എന്ന ഒരു കാലഘട്ടം കഴിഞ്ഞുപോയി. ഒരു പ്രസിദ്ധമായ നോവലിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇറ്റ്സ് ഗോൺ വിത്ത് ദ വിൻഡ്. ഇറ്റ്സ് ഗോൺ വിത്ത് ദ വിൻഡ്. അതുകൊണ്ട് കുറച്ചുകൂടൊക്കെ കത്തോലിക്ക സഭ ഈ ജനായത്ത യുഗത്തിൽ ഒരു റെപ്രസെൻറ്റേറ്റീവ് ക്യാരക്ടർ, ജനങ്ങളുടെ പ്രാതിനിധ്യത്തെ ഉൾക്കൊള്ളുകയും അതിന് വില കൽപ്പിക്കുകയും അല്പം വില കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു മത പാർലമെൻറ്റായി അതിൻ്റെ സിനഡ് വളരണം. അതാണ് ഭാവിയിലേക്കുള്ള വഴി. അതല്ലാതെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധ്യമല്ല. ഈ ഒരു സാഹചര്യത്തിൽ കൂടെ ഈ കുർബാന സംബന്ധമായ കോൺട്രവേഴ്സി ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രത്യേകമായ രാഷ്ട്രീയ ലാക്കാക്കി അഴിച്ചുവിട്ടതുകൊണ്ട് ഇതേ സിനഡ് വലിയ ഒരു വിനയാണ് വരുത്തി വച്ചിരിക്കുന്നത്. ഇറ്റ് ഹാസ് ഇൻവൈറ്റഡ് എ ഹ്യൂജ് മിസ്ചീഫ് അപ്പോൺ ഇറ്റ് സെൽഫ്. പക്ഷേ അവർ മാത്രം ചെയ്തത് അതൊരു കാലത്തിൻ്റെ ആവശ്യകത കൂടെയായിരുന്നു. ഇറ്റ് വാസ് ആൻ ഇംപെരറ്റീവ് ഓഫ് ടൈം. അവരങ്ങനെ ചെയ്യണമെന്നും അതിൽ കൂടെ ഇപ്രകാരമുള്ള പ്രതിഷേധം ഉണരണമെന്നും ആ പ്രതിഷേധത്തിൽ കൂടെ ജനം ബോധവൽക്കരിക്കപ്പെടണമെന്നും ഉള്ളത് കാലത്തിൻ്റെ ഒരു ആവശ്യമാണ്. ഇറ്റ് ഈസ് എൻ ഇംപെരറ്റീവ് ഓഫ് ടൈം ആൻഡ് ഹിസ്റ്ററി. അതുകൊണ്ട് ജനങ്ങളിലിപ്പോൾ പണ്ട് ഒരു കാലത്തും ഉണ്ടാകാത്ത വിധത്തിലുള്ള ഒരു അവബോധം പ്രവേശിച്ചു കഴിഞ്ഞു. അതിനെയും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് അതിനെ മാനിക്കത്തക്ക വിധത്തിലുള്ള ഒരു റിഫോം സീറോ മലബാർ സഭയുടെ അഡ്മിനിസ്ട്രേറ്റീവ് അറേഞ്ച്മെൻറ്റിൽ ഉണ്ടാകണം. അല്ലാതെ മുൻപോട്ട് പോകുവാൻ സാധ്യമല്ല. ഇപ്പോഴുള്ള ഈ സംഘർഷത്തെ നീട്ടിക്കൊണ്ടു പോകുന്നത് സീറോ മലബാർ സഭയുടെ അധികാരവർഗത്തിന് വലിയ തട്ടുകേടായിത്തീരും. സഭ പിളർന്നു പോകും. അതാരുടെ നന്മയ്ക്ക് വേണ്ടിയല്ല.
സഭ പിളരുകയോ ക്ഷീണിച്ചു പോവുകയോ ചെയ്യരുത് എന്ന ചിന്താഗതിക്കാരനാണ് ഞാൻ. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. പക്ഷേ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്കെതിരെ കല്ലും പെറുക്കി എറിയാൻ വരുന്ന ഒരു സ്വഭാവം അതുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് യേശു പറഞ്ഞതുകൊണ്ട് ഞാനത് പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ എറിയരുത്. അതിൻ്റെ വില മനസ്സിലാക്കാൻ കഴിയാത്ത അവർ അത് ചവിട്ടി മറിച്ച് നശിപ്പിക്കുകയും നിനക്കെതിരെ തിരിഞ്ഞ് നിന്നെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുമെന്ന് യേശു പറഞ്ഞത് ചരിത്രത്തിൻ്റെ സത്യമാണ്. എന്നാൽ എനിക്ക് ഇപ്പോഴും സഹവിശ്വാസികളായ സീറോ മലബാർ സഭയുടെ അധികാരവർഗത്തോടും ബഹുമാനവും അവരുടെ നല്ല ഗുഡ് സെൻസ് അതിലെനിക്ക് പ്രത്യാശയുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ചിന്തകൾ പങ്കിടുന്നത്. അതുകൊണ്ട് ദയവായി കുറഞ്ഞപക്ഷം ഒരു സെക്യുലർ ലെജിസ്ലേറ്റീവ് അസംബ്ലി കാണിക്കുന്ന മര്യാദയെങ്കിലും ഒരു മത ലെജിസ്ലേറ്റീവ് കൗൺസിലായ സീറോ മലബാർ സഭയുടെ സിനഡ് കാണിക്കണം. ജനങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങൾ ജനങ്ങളുടെ താല്പര്യവും ആത്മീയമായ ആവശ്യവും അവസ്ഥയും പ്രതീക്ഷയും മാനിച്ചുകൂടെ ആയിരിക്കണം. മത അധികാരവർഗത്തിൻ്റെ അതിരില്ലാത്ത അധികാരം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് ഒരിക്കലും ആർക്കും ആഭരണമാകയില്ല. അത് ഇനിയുള്ള കാലങ്ങളിൽ കൂടുതൽ പ്രതിഷേധത്തിനും സംഘർഷത്തിനും വഴിയൊരുക്കുവാൻ മാത്രം സഹായിക്കും. അങ്ങനെ സംഘർഷം സൃഷ്ടിക്കുന്നത് കൊണ്ട് സഭയ്ക്കോ ക്രിസ്തീയ വിശ്വാസത്തിനോ ഒരു നേട്ടവും ഉണ്ടാകുകയില്ല എന്ന് മാത്രമല്ല, നാം ജാതികളുടെ കണ്ണിൽ അപമാനത്തിന് മാത്രം യോഗ്യതയുള്ളവരായിത്തീരും. ഈ ഒരു വഴിയിൽ നിന്ന്, ഈ ബുദ്ധിയില്ലാത്ത അല്ലെങ്കിൽ ഭ്രാന്ത് പിടിച്ച ഈ ഒരു യാത്രയിൽ നിന്ന്, ഈ ഒരു സാഹസികതയിൽ നിന്ന് പിന്മാങ്ങുന്നതാണ് ബുദ്ധി. യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മാനസാന്തരപ്പെടുവീൻ, ദൈവരാജ്യത്തിലേക്ക് മടങ്ങി വരുവാനുള്ള എളിമ കാണിപ്പീൻ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. അല്പം സൗമ്യത കാട്ടുന്നത് സിനഡിന് പോലും നല്ലതാണ്. അതുകൊണ്ട് സിനഡിന് വലിയ നഷ്ടമൊന്നും വരികയില്ല. മനുഷ്യൻ്റെ അഹന്ത ദൈവത്തിൻ്റെ അധികാരവുമായി കൂട്ടിച്ചേർക്കരുത്. യേശുവിന് വിനയം സാധ്യമാണെങ്കിൽ യേശുവിൻ്റെ പേരിൽ മാത്രം അല്ലെങ്കിൽ യേശുവിൻ്റെ അഡ്രസ്സിൽ മാത്രം പ്രവർത്തിക്കുന്ന സിനഡ് അംഗങ്ങൾക്കും അല്പം വിനയമാകുന്നത് കൊണ്ട് അപകടമില്ല, നഷ്ടമില്ല. അതാണ് നല്ല വഴി എന്ന് മാത്രം വളരെ എളിമയോടും നിങ്ങൾ ഓരോരുത്തരോടുമുള്ള ബഹുമാനത്തിലും ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ആ വാക്കുകൾ തൽക്കാലം ചുരുക്കുകയാണ്.